നമസ്കാരം. ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം. സർവം കൃഷ്ണമയം. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ഗുരുവായൂർ ക്ഷേത്രത്തിലെ വിധി പ്രകാരം എങ്ങനെ ഭജനമിരിക്കണം എന്നതിനെ കുറിച്ചാണ് കേട്ടോ. പലർക്കും ഉള്ള ഒരു സംശയമാണ്. ഞാൻ തന്നെ വീഡിയോ ചെയ്യുമ്പോൾ ചുവടെയായിട്ട് കമൻറ്റുകളിൽ കാണാറുണ്ട്, ചേച്ചി എങ്ങനെയാണ് ഭജന ഇരിക്കേണ്ടത് ഒന്ന് പറഞ്ഞു തരൂ എന്നുള്ളത്. അപ്പം അതേക്കുറിച്ച് പറയാമെന്ന് വിചാരിക്കുകയാണ്. പലരും പലയിടത്തു നിന്നായിട്ട് ചെറിയ ചെറിയ ഭാഗങ്ങൾ കേട്ടിട്ട് സംശയമാണ്, എങ്ങനെയാണ് ഭജനം ഇരിക്കേണ്ടത്, ഏത് സമയത്താണ് വരേണ്ടത്, എത്ര ദിവസം ഭജനം ഇരിക്കണം, എന്തൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഭജന ഇരിക്കേണ്ടതെന്നൊക്കെ. എപ്പോഴും ഭജനം ഇരുന്ന് കഴിഞ്ഞാൽ ഭഗവാന്റെ അനുഗ്രഹങ്ങൾ വേണ്ടുവോളം നമുക്ക് ലഭിക്കുന്ന പറയാം. ഒന്ന് ആലോചിച്ച് നോക്കി നോക്കൂ. ഭഗവാന്റെ സന്നിധിയിൽ ഒരു ദിവസം മുഴുവൻ നമ്മളിങ്ങനെ ഭഗവാനെ കുറിച്ച് മാത്രം ആലോചിച്ചുകൊണ്ട് ഭഗവാനോട് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പിന്നെ നമ്മുടെ സങ്കടങ്ങൾ, നമ്മുടെ ബുദ്ധിമുട്ടുകളൊന്നും കാണാതിരിക്കാനായിട്ട് ഭഗവാന് സാധിക്കില്ലല്ലോ. അത് തന്നെയാണ് ഭഗവാൻ എല്ലാവരെയും ഭജനം ഇരുന്ന് കഴിഞ്ഞാൽ അനുഗ്രഹിക്കുന്ന പറയാം. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഒരു ദിവസമെങ്കിലും ഗുരുവായൂർ ക്ഷേത്രത്തിൽ വന്നിരുന്നിട്ട് ഭജനം ഇരിക്കണം. അപ്പോൾ അതിന് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ മുൻകൂട്ടി ചെയ്യേണ്ടത്, എന്തൊക്കെ കാര്യങ്ങൾ അറിഞ്ഞു വെച്ചിട്ടാണ് നമ്മൾ ഭജനം ഇരിക്കാനായിട്ട് വരേണ്ടത്, അപ്പോൾ വിധി പ്രകാരം എങ്ങനെ ഭജനം ഇരിക്കണം എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാനായിട്ട് പോകുന്നത് കേട്ടോ. പിന്നെ എന്നത്തെയും പോലെ തന്നെ അലങ്കാരവും പറയാറുണ്ടല്ലേ. നമ്മുടെ ഭഗവാന്റെ ഇന്നലത്തെ അലങ്കാരവും പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ആദ്യം തന്നെ നമുക്ക് ഗുരുവായൂരപ്പൻ്റെ ഇന്നലത്തെ അലങ്കാരം പറഞ്ഞുകൊണ്ട് തുടങ്ങാം കേട്ടോ. ഇന്നലെ ശ്രീലകത്ത് നമ്മുടെ ഭഗവാൻ കാളിയമർദ്ദനമാടുന്ന ഉണ്ണിക്കണ്ണനായിട്ടായിരുന്നു കേട്ടോ അലങ്കാരമായിട്ട് ചാർത്തിയിട്ടുണ്ടായിരുന്നത്. എപ്പോഴും ഞാൻ പറയാറുള്ള അതേ കാര്യങ്ങൾ തന്നെയാണ് ഇന്നും പറയാനുള്ളത്. നമ്മുടെ കുഞ്ഞു കുഞ്ഞു അഹങ്കാരങ്ങൾ നമ്മുടെ മനസ്സിൽ തോന്നുകയാണെങ്കിൽ അതിന് മുകളിലൊക്കെ ഭഗവാൻ ആ കുഞ്ഞു പാദങ്ങൾ കൊണ്ട് ചവിട്ടി അഹങ്കാരങ്ങൾ ഇല്ലാതാക്കട്ടെ. ഭഗവാന്റെ ആ പൊന്നു തൃപ്പാദങ്ങൾ നമ്മുടെ ശിരസ്സിൽ പതിയാനുള്ള അനുഗ്രഹം നമുക്ക് വേണ്ടുവോളം ഭഗവാൻ നൽകട്ടെ. അതിനെല്ലാവർക്കും വേണ്ടിയിട്ട് നമുക്ക് ഭഗവാന്റെ അടുത്ത് പ്രാർത്ഥിക്കാം കേട്ടോ. ആ കാളിയമർദ്ദന നടനമാടുന്ന ഗുരുവായൂരപ്പൻ്റെ രൂപം എല്ലാവരും വന്ന് മനസ്സിൽ കണ്ടുകൊണ്ട് നന്നായിട്ട് തൊഴുത് പ്രാർത്ഥിച്ചോളൂ. എല്ലാവരും ഗുരുവായൂരപ്പന് മുന്നിൽ ഒന്ന് നമസ്കരിച്ചോളും. ഗുരുവായൂരപ്പ ശരണം എന്നൊന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കോളൂ കേട്ടോ. ഇനി നമുക്ക് ഭജനം ഇരിക്കുന്ന രീതികളെ കുറിച്ച് പറയാട്ടോ. എപ്പോഴും ഭജനം ഇരിക്കാനായിട്ട് ഒരു ഭക്തൻ ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് വരുന്ന സമയത്ത് അവർക്ക് ആദ്യം മനസ്സിലുണ്ടാകുന്ന ഒരു ചോദ്യമാണ് ഭജനം ഇരിക്കാനായിട്ട് റെസീറ്റ് ആക്കണോ എന്നുള്ളത്, ചീട്ടാക്കണോ എന്നുള്ളത്. അതേപോലെ തന്നെ ഭജനം ഇരിക്കുന്നവർക്കായിട്ട് ദേവസ്വം താമസ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുമോ എന്നുള്ളതും. അപ്പം നമുക്ക് ആദ്യം അത് തന്നെ പറഞ്ഞുകൊണ്ട് തുടങ്ങാം അല്ലേ. നമുക്ക് റെസീറ്റ് ആക്കേണ്ട യാതൊരു ആവശ്യവും ഇല്ല കേട്ടോ. റെസീറ്റ് ആക്കിയിട്ടല്ല നമ്മൾ ഭജനം ഇരിക്കുക. അത് നമ്മൾ ഭഗവാന്റെ അടുത്തുള്ള ഒരു പ്രാർത്ഥനയാണ്. ഭഗവാന് മുന്നിൽ, ഭഗവാന്റെ തൊട്ടടുത്തായിട്ട് നമ്മൾ നമ്മുടെ സമയം ചിലവഴിക്കുക. ഭഗവാനെ കുറിച്ച് മാത്രം ആലോചിച്ചുകൊണ്ട് ഭഗവാന്റെ നാമങ്ങൾ ഉച്ചരിച്ചുകൊണ്ട് ചിലവഴിക്കുക എന്നാണ് അർത്ഥാക്കുന്നത്. അപ്പം അതിന് ചീട്ടാക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അതേപോലെ തന്നെ താമസ സൗകര്യവും നമുക്ക് ദേവസ്വം ഒരുക്കി തരുന്നതല്ല, നമ്മൾ തന്നെ അതിനുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. ഇപ്പോൾ കുറച്ച് നാൾ മുന്നേ വരെ ഒറ്റയ്ക്കൊക്കെ വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും അവരൊറ്റയ്ക്ക് വരുമ്പോൾ ഇവിടെ ലോഡ്ജിലൊന്നും താമസിക്കാനായിട്ട് സാധിച്ചിരുന്നില്ല. ഇപ്പം അതിന് വ്യത്യാസമുണ്ട്. ഇപ്പോൾ ഒറ്റയ്ക്ക് വരികയാണെങ്കിൽ നമുക്ക് താമസിക്കാനായിട്ട് സാധിക്കും കേട്ടോ. തെക്കേ നടയിലും പടിഞ്ഞാറ് നടയിലും വടക്കേ നടയിലും ഒക്കെ ദേവസ്വത്തിൻ്റെയും അതുപോലെ തന്നെ കുടുംബശ്രീയുടെയും ഒക്കെ വകയായിട്ടുള്ള താമസ സൗകര്യങ്ങളുണ്ട്. ഷീ ലോഡ്ജ്, അമ്യൂണിറ്റി സെൻറ്റർ എന്നൊക്കെ പേരായിട്ടുള്ളത്. അത് വളരെ കുറഞ്ഞ ചിലവിൽ നമുക്ക് അവിടെ താമസിക്കാനൊക്കെ സാധിക്കും. ഡോർമെറ്ററി സൗകര്യങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പോൾ ഒറ്റയ്ക്ക് വരികയാണെങ്കിലും നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. മുൻപൊക്കെ കുടുംബമായിട്ടൊക്കെ വരുന്ന സമയത്തെ, ഇപ്പോൾ കുടുംബത്തിൽ ഇപ്പോൾ പ്രായമായവരുണ്ടായിരിക്കും, ജോലിക്ക് പോകുന്ന മകൻ മകൾ അവരുണ്ടായിരിക്കും, കുട്ടികൾ ഉണ്ടായിരിക്കും. അപ്പോൾ കുടുംബമായിട്ട് വന്നു കഴിഞ്ഞാൽ ഭജനം ഇരിക്കാനായിട്ട് എല്ലാ പ്രായത്തിലുള്ളവർക്കൊന്നും സാധിക്കുമൊന്നുമില്ലല്ലോ. ചെറിയ കുട്ടികൾ ഓടി നടക്കുക, അവർക്ക് പുറത്തേക്കൊക്കെ ഇറങ്ങേണ്ടി വരും. അപ്പോഴാണ് കൂടുതൽ പേരും ഒറ്റയ്ക്ക് വരാനായിട്ട് ശ്രമിച്ചിരുന്നത്. അപ്പോൾ താമസ സൗകര്യം എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. അപ്പോൾ ഇപ്പം അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഒറ്റയ്ക്ക് വരാനായിട്ട് തീർച്ചയായിട്ടും സാധിക്കും, സ്ത്രീകൾക്കാണെങ്കിലും പുരുഷന്മാർക്കാണെങ്കിലും. പിന്നെ എന്തെങ്കിലുമൊക്കെ അസുഖങ്ങളുള്ളവർ, അതായത് കൂടെ ഒരാൾ എപ്പോഴും വേണം. ഏതെങ്കിലും ഇപ്പോൾ തലചുറ്റൽ അങ്ങനെയുള്ള അസുഖങ്ങൾ, പ്രഷറൊക്കെ ഉള്ളവരുണ്ടല്ലോ, അവർക്കൊക്കെ തനിച്ച് വന്നു കഴിഞ്ഞാൽ, എന്തെങ്കിലും ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരാളെ കിട്ടാനായിട്ട് ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ഒരാളെ നമുക്ക് കൂടെ കൊണ്ടുവരാവുന്നതാണ് കേട്ടോ. അല്ലാത്ത പക്ഷം നമ്മൾ ഒറ്റയ്ക്ക് വരികയാണെങ്കിൽ നമുക്കിവിടെ സുഖമായിട്ട് തന്നെ താമസിക്കാനുള്ള സൗകര്യങ്ങളും ഇപ്പോൾ അവൈലബിൾ ആണ്. പിന്നെ ഭക്തർക്ക് വരുന്ന ഒരു സംശയമാണ് എത്ര ദിവസം നമ്മൾ ഭജന ഇരിക്കണം എന്നുള്ളത്.
അത് ഭക്തരുടെ ഇഷ്ടമാണ് കേട്ടോ. നമ്മൾ എത്ര ദിവസം ഇരിക്കാമെന്നാണ് പ്രാർത്ഥിച്ചിരിക്കുന്നത്, നമുക്ക് എത്ര ദിവസം ഇരിക്കാനായിട്ട് സാധിക്കും, നമ്മുടെ ആരോഗ്യസ്ഥിതി ഒക്കെ കണക്കിലെടുത്തുകൊണ്ടാണ് നമ്മളത് തീരുമാനിക്കേണ്ടത്. ഒരു ദിവസം ഭജന ഇരിക്കുന്നവരുണ്ട്, 3, 5 അങ്ങനെ ഒറ്റ ദിവസങ്ങളായിട്ട് ഇരിക്കുന്നവരുണ്ട്. ഇനിയിപ്പോൾ അതല്ലാതെയും ഇരിക്കാട്ടോ. നമ്മുടെ ഭഗവാന്റെ അടുത്ത് നമുക്ക് ഇരിക്കാനായിട്ട് ഇത്ര ദിവസം ഇരിക്കാനായിട്ട് സാധിക്കുള്ളൂ എന്ന് പറയാനൊന്നും പറ്റില്ലല്ലോ. അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. അപ്പോൾ ഒരു ദിവസം ഇരിക്കുന്നവരുണ്ട്. ഇപ്പോൾ ജോലിക്കൊക്കെ പോകുന്നവരാണെങ്കിൽ അവർക്ക് ആഴ്ചയിൽ ഒരു ദിവസം മാത്രമേ ലീവ് ഉണ്ടായിരിക്കുള്ളൂ. അപ്പോൾ ബാക്കിയുള്ള ദിവസം ഒന്നും വരാനായിട്ട് പറ്റില്ലല്ലോ. അപ്പോൾ ഒരു ദിവസം നമുക്ക് ഭജന ഇരിക്കാം. അങ്ങനെ ഇരിക്കുന്നവരുണ്ട്. ഇതേപോലെ 3 ദിവസം ഇരിക്കുന്നവരുണ്ട്. പിന്നെ ഒരാഴ്ച ഇരിക്കുന്നവരുണ്ട്. പിന്നെ 12 ദിവസം ഇരിക്കുന്നവരുണ്ട്. അത് എങ്ങനെയെന്ന് വെച്ചാൽ 12 ദിവസം ഇരിക്കുമ്പോൾ ഇപ്പോൾ ഒരു 12 മാസം, അതായത് ഒരു വർഷം ഇരിക്കുന്നതിന് തുല്യമായിട്ട് അങ്ങനെ കരുതിയിട്ട് ഇരിക്കുന്നവരുണ്ട് കേട്ടോ. ഓരോ ദിവസവും ഓരോ മാസത്തേക്ക് എന്നുള്ള രീതിയിൽ കണക്കാക്കി ഇരിക്കുന്നവർ. പിന്നെ 41 ദിവസം ഇരിക്കുന്നുണ്ട്. ഒരു മണ്ഡലകാലം മുഴുവനായിട്ട് ഭഗവാന്റെ സന്നിധിയിൽ ഭജനം ഇരിക്കുന്നവർ. അതുകൂടാതെ ഒരു വർഷം ഇരിക്കുന്നവരുണ്ട്. ഈ ഒരു വർഷം ഇരിക്കുമ്പോൾ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഭഗവാന്റെ ഒരു വർഷത്തുള്ള എല്ലാ ഉത്സവങ്ങളിലും എല്ലാ പ്രത്യേക ചടങ്ങുകളിലും പങ്കെടുക്കാനായിട്ട് സാധിക്കും. അങ്ങനെയാണല്ലോ ഒരു വർഷത്തിലുള്ള ഭഗവാന്റെ ഇപ്പോൾ ഏകാദശി, ഉത്സവം, അങ്ങനെയുള്ള എല്ലാ ചടങ്ങുകളും നമുക്ക് കാണാനും സാധിക്കും. അങ്ങനെ ഒരു പ്രത്യേകത കൂടെ ഉണ്ട് ഈ ഒരു വർഷം ഭജനം ഇരിക്കുമ്പോൾ. പക്ഷെ അത് എല്ലാവർക്കും സാധിക്കില്ല അല്ലേ. പലരും ജോലിക്ക് പോകുന്നവരായിരിക്കും, അങ്ങനെയുള്ള ഉത്തരവാദിത്തങ്ങൾ ഉള്ളവരായിരിക്കും. അപ്പോൾ അവർക്കൊന്നും അത് സാധിക്കില്ല. ഇപ്പോൾ ജോലി ഇല്ലാത്തവരുണ്ടായിരിക്കും, അതേപോലെ തന്നെ പ്രായമായിട്ട് റിട്ടയർമെന്റ് ലൈഫ് ആസ്വദിക്കുന്നവരുണ്ടായിരിക്കും. അങ്ങനെയുള്ളവർക്കൊക്കെ, അതായത് റിട്ടയർ ആയിരിക്കുന്നവർക്കൊക്കെയാണ് ഇപ്പം അധിക ദിവസങ്ങൾ അടുപ്പിച്ച് ഈ 6 മാസം അല്ലെങ്കിൽ ഒരു വർഷം പോലെയൊക്കെ ഭജനം ഇരിക്കാനായിട്ട് സാധിക്കാട്ടോ. അപ്പോൾ അവരവരുടെ സൗകര്യത്തിനനുസരിച്ച് ഭഗവാന്റെ സന്നിധിയിൽ എത്ര ദിവസം വേണമെങ്കിലും നമുക്ക് ചിലവഴിക്കാം, എത്ര ദിവസം വേണമെങ്കിലും നമുക്ക് ഭജനം ഇരിക്കാനായിട്ട് സാധിക്കും കേട്ടോ. പിന്നെ ഒന്നാണ് തിങ്കൾ ഭജനം, തിങ്കൾ തൊഴിൽ എന്ന് പറയും, മാസം തൊഴിൽ എന്നും കൂടെ പറയാറുണ്ട് കേട്ടോ. അതായത് എല്ലാ മാസത്തിലും ഒരു ദിവസം ഭഗവാനെ കാണാനായിട്ട് വന്നിരിക്കും. ചിങ്ങമാസത്തിൽ ഒരു ദിവസം വരും, കന്നി മാസത്തിൽ ഒരു ദിവസം വരും. ചിലരെങ്ങനെയാണെന്ന് അറിവ് വരിക, ചിങ്ങമാസത്തിലെ അവസാനത്തെ ദിവസം വരും, എന്നിട്ട് പിറ്റേ ദിവസവും, അതായത് കന്നിയിലെ ആദ്യത്തെ ദിവസം കൂടെ തൊഴുതിട്ട് പോകും. അപ്പോൾ 2 മാസത്തിൽ നമുക്ക് തൊഴാനായിട്ട് സാധിച്ചുല്ലോ. അങ്ങനെ മാസം തൊഴിൽ എന്ന് പറയുന്ന തിങ്കൾ തൊഴിൽ അങ്ങനെ തൊഴുന്നവരുണ്ട് കേട്ടോ. അതും ഒരു തരത്തിലെ ഭജനം തന്നെയാണ്. പിന്നെ വിശേഷ ദിവസങ്ങളിൽ ഭഗവാൻ വന്ന് കണ്ടിരിക്കും. എല്ലാ ഏകാദശിക്കും വന്ന് തൊഴാം. അങ്ങനെ തൊഴുന്നവരുണ്ട്. വർഷത്തിലെ എല്ലാ ഏകാദശിക്കും മുടങ്ങാതെ ഭഗവാന്റെ സന്നിധിയിൽ എത്തുന്നവരുണ്ട്. അതേപോലെ തന്നെ ഉത്സവത്തിൻ്റെ അന്ന്, ആറാട്ടിൻ്റെ അന്ന് വന്ന് തൊഴുന്നവരുണ്ട്. എല്ലാ തിരുവോണത്തിനും വന്ന് തൊഴുന്നവരുണ്ട്. ഇതൊക്കെ ഒരു തരത്തിൽ ഭജനം തന്നെയാണ്. പിന്നെ 30 വ്യാഴം മുടങ്ങാതെ വന്നിട്ട് ഭഗവാനെ കാണുന്നവരുണ്ട് കേട്ടോ. എല്ലാ ആഴ്ചയിലും വ്യാഴാഴ്ചകളിൽ വന്നിട്ട് ഭഗവാനെ തൊഴുന്നവരുണ്ട്. ഇതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ്. അവർ ഭഗവാന്റെ അടുത്ത് എങ്ങനെയാണോ പ്രാർത്ഥിക്കുന്നത്, ഭഗവാൻ എങ്ങനെയാണോ കാണുന്നത്, ഭഗവാൻ എങ്ങനെയാണോ നമുക്ക് തോന്നിപ്പിക്കുന്നത്, അതേപോലെ നമുക്ക് ഭഗവാന്റെ അടുത്തേക്ക് വരാം. എപ്പോഴും ഭഗവാനെ കാണാനായിട്ട് നമ്മൾ പ്രത്യേകിച്ച് ഒരു ദിവസമൊന്നും നോക്കണമെന്നില്ല, ഇത്ര ദിവസം ഒന്നും നമ്മൾ കണക്കാക്കണ്ട. എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഭഗവാന്റെ സന്നിധിയിലേക്ക് തൊഴാനായിട്ട് അല്ലെങ്കിൽ ഭജനം ഇരിക്കാനായിട്ട് വരാനായിട്ട് സാധിക്കും കേട്ടോ. ഇനി നമുക്ക് ഏതൊക്കെ പൂജകളാണ് തൊഴേണ്ടതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്നാണ് ഭജനം ഇരിക്കാനായിട്ട് വരുന്നത്, അന്ന് കുളിച്ച് ശുദ്ധിയായിട്ട് ക്ഷേത്രക്കുളത്തിൽ കുളിക്കാട്ടോ. പണ്ടുള്ളവർക്കൊക്കെ ക്ഷേത്രക്കുളത്തിൽ കുളിക്കാനൊക്കെ അറിയുണ്ടായിരുന്നു. ഇന്നത്തെ കാലത്ത് കുട്ടികൾക്ക് ചിലപ്പോൾ അതൊന്നും അറിഞ്ഞു എന്ന് വരില്ല. അങ്ങനെയുള്ളവർക്ക് എങ്ങനെയാണോ നമുക്ക് കുളിച്ച് ശുദ്ധിയായിട്ട് പുറമേ നിന്ന് വരാനായിട്ട് സാധിക്കുക, അങ്ങനെ ശുദ്ധിയോട് കൂടിയിട്ട് നമുക്ക് അകത്തേക്ക് പ്രവേശിക്കാം. പ്രധാനമായിട്ട് 5 പൂജകൾ കണ്ടു തൊഴണം എന്ന് പറയാം. 5 പൂജയും 3 ശീവേലിയും. മഹാക്ഷേത്രങ്ങളിലൊക്കെ അങ്ങനെയാണ്, 5 പൂജ ഉണ്ടായിരിക്കും, 3 ശീവേലി ഉണ്ടായിരിക്കും. ഇതൊക്കെ നന്നായിട്ട് കണ്ടു തൊഴാം. ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഉഷപൂജയുണ്ട്. അതായത് ഉഷനേദ്യം കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞ എതിരേറ്റ് പൂജ ഉണ്ട്, അത് കഴിഞ്ഞിട്ടാണ് ഉഷപൂജ വരിക. അത് രണ്ടും കണ്ടു തൊഴാം. പിന്നെ പന്തീരടി പൂജ തൊഴാം. അത് കഴിഞ്ഞിട്ട് ഉച്ചപൂജ, പിന്നെ അത്താഴപൂജ. ഇങ്ങനെ 5 പൂജകൾ കണ്ടു തൊഴാനായിട്ട് ശ്രദ്ധിക്കാം. ഇതിൽ നിർമ്മാല്യം തൊഴണമെന്ന് നിർബന്ധം പറഞ്ഞ് കേട്ടിട്ടില്ല കേട്ടോ. നിർമ്മാല്യം തൊഴാനായിട്ട് സാധിക്കുന്നവർ തീർച്ചയായിട്ടും തൊഴുക. നിർമ്മാല്യം കണ്ടിട്ട് തൊഴുന്നതിൻ്റെ ആ ഒരു മഹത്വം നമ്മൾ മുൻപും പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ നിർമ്മാല്യം തൊഴാനാണെങ്കിലോ തലേ ദിവസം നമ്മൾ ക്യൂ നിൽക്കണം, തീർച്ചയായിട്ടും ക്യൂ നിന്നിരിക്കണം. അപ്പം അങ്ങനെ സാധിക്കുന്നവർക്ക് നേരത്തെ വന്ന് നമ്മുടെ ആരോഗ്യസ്ഥിതി കൂടെ നോക്കണം കേട്ടോ. കുളിച്ച് ശുദ്ധിയാകുക. എന്നിട്ട് ചിലർ ക്യൂ നിന്നിട്ട് ആ ഒരു സമയമാകുമ്പോൾ പുറത്ത് പോയിട്ട് കുളിച്ചിട്ട് വരാറുണ്ട്, ക്ഷേത്രക്കുളത്തിൽ മുങ്ങി കുളിച്ച് വരാറുണ്ട് കേട്ടോ. അതെങ്ങനെയാണോ നിങ്ങളുടെ സൗകര്യം അതേപോലെ തന്നെ ക്യൂ നിന്നിട്ട് 3 മണിക്ക് നട തുറക്കുമ്പോൾ നിർമ്മാല്യം തൊഴുക. എന്നിട്ട് അവിടെ മുതൽ ഭഗവാന്റെ സന്നിധിയിൽ ഇരിക്കുന്നവരുണ്ട്. ഇനിയിപ്പോൾ അങ്ങനെ സാധിക്കാത്തവർക്ക് ഈ 5 പൂജകൾ കണ്ടു തൊഴുതു കഴിഞ്ഞാൽ ഭഗവാന്റെ അനുഗ്രഹം തീർച്ചയായിട്ടും ഉണ്ടാകും കേട്ടോ. പിന്നെ ഒരിക്കലും നമ്മൾ അകത്തേക്ക്, നാലമ്പലത്തിനകത്തേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ എല്ലാ പൂജയ്ക്കും ഇങ്ങനെ കയറി തൊഴാനായിട്ട് സാധിക്കുമോ എന്നുള്ളതും പലരുടെയും സംശയമാണ്.
അങ്ങനെ യാതൊരുവിധ നിർബന്ധവും ഇല്ല കേട്ടോ. തീർച്ചയായിട്ടും നമുക്ക് അതിന് സാധിച്ചു എന്ന് വരില്ല. കാരണം 1000 രൂപയുടെ നെയ്വിളക്കിന്റെ ഷീറ്റ് എടുത്താൽ മാത്രമേ അങ്ങനെ എല്ലാ പൂജയും നമുക്ക് കണ്ടു തൊഴാനായിട്ട് പറ്റുള്ളൂ. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ക്യൂ സംവിധാനത്തിൽ നിൽക്കണം അല്ലേ. അപ്പൊ അതിന്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ ഭഗവാന്റെ സന്നിധിയിൽ ആയിരിക്കുക. ആ പൂജകളൊക്കെ കഴിഞ്ഞ് നട തുറക്കുന്ന സമയത്ത് കൊടിമരത്തിന്റെ ചുവട്ടിലുണ്ടാകുക. നമുക്ക് അങ്ങോട്ട് കാണുമോ ഇല്ലയോ എന്നുള്ളതല്ല പ്രധാനം. നമ്മൾ അവിടെ നിന്നിട്ട് ഭഗവാനെ മനസ്സിൽ കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുക. ആ കൊടിമരത്തിന്റെ ചുവട്ടിലുണ്ടാകുക, അതാണ് പ്രധാനം കേട്ടോ. 5 പൂജകൾ കണ്ടു തൊഴുക. പിന്നെ 3 ശീവേലി ഉണ്ട്. കാലത്തും ഉച്ചതിരിഞ്ഞിട്ടും രാത്രിയും ശീവേലിയുണ്ട്. ഈ 3 ശീവേലിയും കണ്ടു തൊഴുക. അത് വളരെ പ്രധാനപ്പെട്ടതാണെന്ന് പറയാറുണ്ട് കേട്ടോ. ശീവേലിയുടെ ഒപ്പം നമുക്ക് പ്രദക്ഷിണം വെക്കാം. ഭജനം പാടിക്കൊണ്ട് ഭഗവാന്റെ പുറകിലായിട്ട് ഭക്തർ ഇങ്ങനെ പ്രദക്ഷിണം വെക്കും. അപ്പോൾ ഒപ്പം നമുക്കും പ്രദക്ഷിണം വെക്കാം. അപ്പോൾ ഈ 5 പൂജകളും 3 ശീവേലിയും നിർബന്ധമായിട്ട് കണ്ടു തൊഴണമെന്ന് പറയാറുണ്ട് കേട്ടോ. ഇനി ഭജന ഇരിക്കുന്ന സമയത്ത് നമ്മൾ എവിടെയാണ് ഇരിക്കേണ്ടത്, ഇരിക്കുന്ന സമയത്ത് എന്തൊക്കെ നമുക്ക് ചെയ്യാം, ആ കാര്യങ്ങളൊക്കെയാണ് ഇനി പറയാനായിട്ട് പോകുന്നത് കേട്ടോ. ഭജനം ഇരിക്കാനായിട്ട് അങ്ങനെ പ്രത്യേക സ്ഥലമൊന്നും നമുക്ക് ആർക്കും ഒരുക്കി വെച്ചിട്ടുണ്ടായിരിക്കില്ല. നമുക്കിരിക്കാനായിട്ട് സാധിക്കുന്ന കുറച്ച് സ്ഥലങ്ങൾ, സാധാരണ ഭക്തരിയ്ക്കുന്ന സ്ഥലങ്ങൾ പറഞ്ഞു തരാം കേട്ടോ. അതിലൊന്ന് കൂത്തമ്പലത്തിന്റെ സൈഡിലായിട്ടാണ്. കുറച്ച് ഭക്തർ അവിടെ ഭഗവാനെ കുറിച്ചുള്ള കഥകൾ വായിച്ചുകൊണ്ട് നാരായണിയൊക്കെ വായിച്ചുകൊണ്ട് ഇരിക്കുന്നത് കാണാം. അത് ഭജനം ഇരിക്കുന്നവരാ, തീർച്ചയായിട്ടും നമുക്ക് അവിടെ ഇരിക്കാം. അത് കൂടാതെ പിന്നെ ഒരു സ്ഥലമുള്ളത് വടക്ക് ഭാഗത്ത്, ഇത് ചുറ്റമ്പലത്തിനുള്ളിലെ വടക്ക് ഭാഗത്ത് പഴയ കൗണ്ടർ ഉണ്ടല്ലോ, അവിടെ ഭക്തർ ഇരിക്കുന്നത് കണ്ടിട്ടുണ്ട്. ഭഗവതിക്കെട്ടിന്റെ അവിടെ ഇരിക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പൊ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാകാത്ത രീതിയിൽ നമുക്കും സമാധാനമായിട്ട് ഇരിക്കാവുന്ന രീതിയിൽ എവിടെ വേണമെങ്കിലും നമുക്ക് ഇരിക്കാം കേട്ടോ. ഇരിക്കുന്ന സമയത്ത് കഴിയുന്നത്ര നാമം ജപിച്ചുകൊണ്ടിരിക്കുക, ഭഗവാനെ കുറിച്ച് സ്മരിച്ചുകൊണ്ടിരിക്കുക. ഭഗവാന്റെ കഥകൾ വായിക്കാം, കീർത്തനങ്ങൾ നമ്മുടെ മനസ്സിൽ ആലപിക്കാം, അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാം. പിന്നെ നാരായണീയം വായിക്കാം, ഭാഗവതം വായിക്കാം. ഇതൊക്കെ നമുക്ക് വായിക്കുകയും ചെയ്യാം. അത് കൂടാതെ ചിലപ്പോൾ സപ്താഹമൊക്കെ നടക്കുന്നുണ്ടായിരിക്കും, വായനയൊക്കെ ഉണ്ടായിരിക്കും. അതൊക്കെ നമുക്ക് കേൾക്കാൻ പോകാം. അത് സപ്താഹം നടക്കുന്ന സ്ഥലങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. അയ്യപ്പൻ്റെ നേരെ മുന്നിലായിട്ട് സപ്താഹത്തിന്റെ ഹാളുണ്ട്. അവിടെ പോയിരുന്നിട്ട് നമുക്ക് ആ വായനയൊക്കെ കേൾക്കാം, അതിലൊക്കെ പങ്കെടുക്കാം. അതൊക്കെ ഭഗവാനെ കുറിച്ചല്ലേ പറയുന്നത്. അപ്പൊ അതൊക്കെ നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കാന്ന് പറഞ്ഞാൽ ഭഗവാന്റെ അടുത്തിരിക്കുന്ന പോലെ തന്നെയാണ്. ഉപവസതേ ഇത് ഉപവാസം എന്ന് പറഞ്ഞല്ലോ. ഭഗവാന്റെ അടുത്തായിട്ടിരിക്കുക, ഭഗവാനെ കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ട്. അതായത് ലൗകിക കാര്യങ്ങളിൽ നിന്നൊക്കെ വിട്ടു നിൽക്കുക. എന്തൊക്കെ നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും എന്തൊക്കെ പ്രശ്നങ്ങൾ നമ്മളെ അലട്ടുന്നുണ്ടെങ്കിലും അതൊന്നും ഭജന ഇരിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിലുണ്ടാവരുത്. ഭഗവാനെ കുറിച്ച് മാത്രമായിരിക്കണം നമ്മുടെ ചിന്തകളിൽ വരേണ്ടത്. പിന്നെ വരുന്നൊരു ചോദ്യം, എങ്ങനെയുള്ള ഭക്ഷണമാണ് കഴിക്കേണ്ടത്? ഭക്ഷണം കഴിക്കാതെ ഉപവാസം എടുത്തുകൊണ്ടാണോ ഭജനം ഇരിക്കേണ്ടതെന്ന് ചോദിക്കാറുണ്ട് കേട്ടോ. അങ്ങനെയൊന്നുമില്ല. നമ്മൾ തീർച്ചയായിട്ടും ഭക്ഷണം കഴിച്ചിരിക്കണം. ഉപവാസം എടുക്കുന്നവർ, അങ്ങനെ എടുക്കാനായിട്ട് സാധിക്കുന്നവർക്ക് തീർച്ചയായിട്ടും എടുക്കാം. പക്ഷെ നമ്മളെപ്പോഴും നമ്മുടെ പ്രായം കണക്കിലെടുക്കണം, നമ്മുടെ ആരോഗ്യം കണക്കിലെടുക്കണം. ഇതൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ വ്രതം എടുക്കാനായിട്ട്, അല്ലെങ്കിൽ വ്രതം എടുത്തുകൊണ്ട് ഭജനം ഇരിക്കാനായിട്ട്. ഭഗവാൻ നമ്മുടെ അടുത്ത് ഒരിക്കലും പറഞ്ഞിട്ടില്ല നിങ്ങൾ ഭക്ഷണം കഴിക്കരുത് എന്നുള്ളത്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട് ഗുരുവായൂർ ക്ഷേത്രത്തിലെ, ഉച്ചയ്ക്ക് പ്രസാദകൂട്ടുണ്ട്, രാത്രിയുണ്ട്. അപ്പൊ ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാ? ഭക്തർക്ക് കഴിക്കാൻ വേണ്ടിയിട്ടല്ലേ. നിങ്ങൾ ഭക്ഷണം കഴിച്ചു വന്നിട്ട് എന്നെ പ്രാർത്ഥിച്ചാൽ മതി എന്ന് തന്നെയാ ഭഗവാനും പറയുന്നേ. അപ്പൊ ഭക്ഷണം കഴിക്കരുത് എന്ന് യാതൊരുവിധ നിർബന്ധമില്ല കേട്ടോ. നമ്മൾ ലഘുവായിട്ട് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കാം. കാരണം നമ്മളെപ്പോഴും ഭഗവാനെ കുറിച്ച് സ്മരിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ജപിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അങ്ങനെയുള്ള ആ ഒരു എനർജി വേണമല്ലോ ഭഗവാനെ ചിന്തിക്കാനായിട്ട്. നമ്മൾ തളർന്നു പോകരുതല്ലോ. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഭക്ഷണം കഴിക്കാം കേട്ടോ. അത് കഴിയുന്നതും ഭഗവാനെ തന്നെ നേദ്യങ്ങൾ സേവിക്കാനായിട്ട് ശ്രദ്ധിക്കാം. രാവിലെ മലർനേദ്യം കഴിഞ്ഞാൽ നമുക്ക് മലർ ഷീട്ടാക്കിയിട്ട് കഴിക്കാം. ഇപ്പൊ മരുന്നൊക്കെ കഴിക്കുന്നവരുണ്ടായിരിക്കും. അപ്പൊ അവർക്കൊന്നും ഭക്ഷണം കഴിക്കാതിരിക്കാനായിട്ട് സാധിക്കില്ല. അവർക്ക് അസുഖങ്ങൾ വരും മരുന്ന് കഴിക്കുമ്പോൾ. തീർച്ചയായിട്ടും ഭക്ഷണം കഴിക്കേണ്ടിരുന്നവര് അപ്പം മലര് ഷീട്ടാക്കിയിട്ട് കഴിക്കാം, വെള്ളനേദ്യം ഷീട്ടാക്കാം. അങ്ങനെ ഭഗവാന്റെ പ്രസാദങ്ങൾ നമ്മൾ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ. ഇനിയിപ്പോൾ അതൊന്നും കൂടാതെ, അതൊന്നും പോരാ, വേറെ എന്തെങ്കിലും ഭക്ഷണം കഴിക്കണം എന്ന് ആഗ്രഹമുള്ളവരുണ്ടായിരിക്കും. അങ്ങനെയുള്ളവർക്ക് തീർച്ചയായിട്ടും കഴിക്കാം. ഭഗവാന്റെ പ്രസാദം തന്നെ, പ്രസാദ ഊട്ടിൽ നമുക്ക് ക്യൂ നിന്നിട്ട് വാങ്ങി കഴിക്കാം. അപ്പോൾ ചിലർ ചോദിക്കും, അപ്പോൾ ക്യൂ നിന്ന് കഴിഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങണ്ടേ? അപ്പോൾ ക്യൂ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് നാലമ്പലത്തിലിരിക്കുന്ന അല്ലെങ്കിൽ ചുറ്റമ്പലത്തിലിരിക്കുന്ന പോലെ അല്ലല്ലോ, അപ്പം അത് പാടുണ്ടോ? അപ്പോൾ ഭജന ഇരിക്കുന്നത് മാറില്ലേ എന്നൊക്കെ ചോദ്യം വരും. അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ഭഗവാന്റെ അടുത്തായിട്ടിരിക്കുക. ഇപ്പോൾ പ്രസാദ കൂട്ടിന് ക്യൂ നിൽക്കുന്ന സമയത്തും ഭക്തര് ജപിച്ചുകൊണ്ട് നിൽക്കുന്നത് കണ്ടിട്ടില്ലേ? അതെന്തുകൊണ്ടാ? നമ്മൾ ക്യൂ നിൽക്കുന്നത് ആ ചുറ്റമ്പലത്തിന് പുറത്താണെങ്കിലും നമ്മൾ ഭഗവാനിൽ നിന്ന് വിട്ടുപോയിട്ടില്ല. അപ്പൊ നമുക്ക് ജപിച്ചുകൊണ്ട് നിൽക്കാലോ. അങ്ങനെ ക്യൂ നിന്നിട്ട് ഭഗവാന്റെ പ്രസാദ ഊട്ട് നമുക്ക് കഴിക്കാം. അത് രാവിലത്തെ ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിലും ഉച്ചയ്ക്കുള്ള പ്രസാദ ഊട്ടാണെങ്കിലും രാത്രിയിലുള്ള അത്താഴാണെങ്കിലും അതൊക്കെ നമുക്ക് കഴിക്കാം. ഇനിയിപ്പോൾ അതും സാധിക്കാത്തവർക്ക് പുറത്തുനിന്ന് കഴിക്കുന്നതിൽ വിരോധമൊന്നുമില്ല കേട്ടോ. ശുദ്ധമായിട്ടുള്ള ഭക്ഷണം കഴിക്കണം.
അത്രയേ ഉള്ളൂ. നമ്മുടെ ആരോഗ്യം നമ്മൾ നിലനിർത്തണം. എന്നാൽ മാത്രമേ നമുക്ക് ഭഗവാനെ പ്രാർത്ഥിക്കാനും പ്രദക്ഷിണം വെക്കാനും ഒക്കെ സാധിക്കുള്ളൂ. അപ്പോൾ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ലഘുവായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കഴിയുന്നത് ഭഗവാന്റെ പ്രസാദങ്ങൾ തന്നെ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ വരുന്ന ഒരു സംശയമാണ്, നമുക്കിപ്പോൾ വാഷ്റൂമിലേക്കൊക്കെ പോകേണ്ടി വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യുക എന്നുള്ളത്. തീർച്ചയായിട്ടും നമ്മൾ പോകണം. അത്യാവശ്യം അസുഖങ്ങൾ ഓരോരോ പ്രായത്തിലുള്ളവർക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ അസുഖങ്ങൾ കൂട്ടാനായിട്ട് നിൽക്കരുത്. നമുക്ക് വാഷ്റൂമിൽ പോകണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം കേട്ടോ. ഒന്ന് ഫ്രഷ് ആയിട്ടൊക്കെ വരാം. അതിന് ദേവസ്വത്തിൻ്റെ തന്നെ കംഫർട്ട് സ്റ്റേഷൻ ഉണ്ട്, അത് ഉപയോഗിക്കാം. പിന്നെ ഏതൊക്കെ സമയങ്ങളിൽ പുറത്ത് കിടക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെക്കുറിച്ചൊന്ന് പറഞ്ഞു തരാം. ഇപ്പോൾ നേദിയൊക്കെ ഉള്ള സമയത്ത് നട അടച്ചിട്ടിരിക്കുകയായിരിക്കുമല്ലോ, ആ സമയത്ത് നമുക്ക് പുറത്തേക്ക് കിടക്കാം കേട്ടോ. ഉച്ചപൂജയ്ക്ക് ആണെങ്കിൽ ഏകദേശം 11 കൂടി നട അടച്ചു കഴിഞ്ഞാൽ പിന്നെ 12:30 നട തുറക്കുക സാധാരണ ദിവസങ്ങളിലെ. അപ്പോൾ കുറച്ചധികം സമയം നമുക്ക് കിട്ടുമല്ലോ. അപ്പോഴൊക്കെ നമുക്ക് പുറത്ത് പോയിട്ട് വാഷ്റൂമിലൊക്കെ പോയിട്ട് വരാം. അതേപോലെ തന്നെ ഉച്ചയ്ക്ക് ശേഷം 2:30 ഇപ്പം നട അടയ്ക്കുക. നട അടച്ചു കഴിഞ്ഞാൽ 3:30 വരെ നട അടയ്ക്കും. പിന്നെ 3:30 നട തുറക്കുക. ആ സമയത്തൊക്കെ നമുക്ക് പുറത്ത് പോയിട്ട് ഫ്രഷ് ആയിട്ട് വരാം കേട്ടോ. അപ്പം അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊന്നും ആരും വിചാരിക്കരുത്. നമുക്ക് പുറത്ത് പോകണം തോന്നുകയാണ്, നമുക്കൊന്ന് ഫ്രഷ് ആയിട്ട് വരണം തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും പോയിട്ട് വരണം. അപ്പോൾ ബുദ്ധിമുട്ടിയിട്ട് ഭഗവാന്റെ അടുത്ത് നമ്മൾ ഒരിക്കലും ഇരിക്കരുത്. നമ്മൾ നല്ല കംഫർട്ടായിട്ട് ഭഗവാനെ സ്തുതിച്ചുകൊണ്ട് ഇരിക്കണമെങ്കിൽ നമ്മുടെ ശരീരവും നമ്മുടെ മനസ്സൊക്കെ കംഫർട്ട് ആവണല്ലേ. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വേണം നമ്മൾ വന്ന് ഇരിക്കാനായിട്ട്. തീർച്ചയായിട്ടും നമുക്ക് അങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് പുറത്തു പോകാം കേട്ടോ. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, കഴിയുന്നത്ര നമസ്കരിക്കുക. ആ കൊടിമരത്തിന് ചുവട്ടിൽ വന്നിട്ട് നമ്മളെ കൊണ്ട് സാധിക്കുന്ന അത്ര നമസ്കരിക്കുക കേട്ടോ. ഈ മുട്ട് മടക്കാൻ പറ്റുന്ന സമയങ്ങളിലാണ് നമസ്കരിക്കാനൊക്കെ പറ്റുള്ളൂ. അപ്പോൾ ആരോഗ്യമുള്ള സമയത്ത് ഭജനം ഇരിക്കാനായിട്ട് വരിക. അപ്പോൾ പ്രായമായി കഴിഞ്ഞാൽ വാർദ്ധക്യത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഇതിനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. ഭഗവാൻ നമ്മൾ മനസ്സുകൊണ്ട് നമസ്കരിക്കാം. എന്നാലും ആരോഗ്യമുള്ള സമയത്താണെങ്കിൽ നന്നായിട്ട് തന്നെ നമുക്ക് നമസ്കരിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നന്നായി നമസ്കരിക്കാം നമുക്ക്. അതേപോലെ തന്നെ ഉപദേവന്മാരെ തൊഴുക. ഗണപതി നാലമ്പലത്തിനകത്താണ്. ഒരിക്കൽ മാത്രമേ ചിലപ്പോൾ നമുക്ക് തൊഴാനായിട്ട് സാധിക്കുള്ളൂ നാലമ്പലത്തിനകത്തേക്ക് കടക്കുമ്പോൾ. അയ്യപ്പനുണ്ട്, ഭഗവതി അമ്മയുണ്ട്, അവരുടെയൊക്കെ മുന്നിലും നന്നായിട്ട് നമസ്കരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. അതും കൂടെ ചെയ്യേണ്ടതാണ് കേട്ടോ. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം പ്രദക്ഷിണം ചെയ്യാം. കഴിയുന്നത്ര പ്രദക്ഷിണം ചെയ്യാം. എത്രത്തോളം പ്രദക്ഷിണം ചെയ്യുന്നോ അത്രത്തോളം ഭഗവാൻ ഇഷ്ടമാണ്. ഇപ്പോൾ സ്ത്രീകളാണെങ്കിൽ അടിപ്രദക്ഷിണം ചെയ്യാം, പുരുഷന്മാർക്കാണെങ്കിൽ ശയന പ്രദക്ഷിണം ചെയ്യാം. അടിപ്രദക്ഷിണം ചെയ്യുന്ന പുരുഷന്മാരും ഉണ്ട് കേട്ടോ. അപ്പോൾ അവർക്ക് ചിലപ്പോൾ ആരോഗ്യ സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കാരണം അടിപ്രദക്ഷിണം ചെയ്യുന്നതും കണ്ടിട്ടുണ്ട്. അതും ഭക്തരുടെ ഇഷ്ടമാണല്ലേ. സ്ത്രീകൾക്ക് മാത്രമേ അടിപ്രദക്ഷിണം ചെയ്യാൻ പാടൂ എന്ന് നമ്മുടെ അടുത്ത് ആരും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഭക്തരെ ഭക്തിയോടെ സമർപ്പിച്ചു കഴിഞ്ഞാൽ അതെന്തായാലും ഭഗവാൻ സ്വീകരിക്കും. പുരുഷന്മാർക്കും അടിപ്രദക്ഷിണം ചെയ്യാം കേട്ടോ. അത് നമ്മൾ ഭഗവാന്റെ നാമങ്ങൾ ഉച്ചരിച്ചുകൊണ്ട് ചെയ്യാന്നുള്ളതാണ്. അതിന് പ്രദക്ഷിണം ചെയ്യുന്ന വഴിക്ക് പല പരിചയക്കാരെ കണ്ട് അവരോടത്ത് വർത്താനം പറഞ്ഞു അങ്ങനെയൊന്നും അല്ലാട്ടോ ഉദ്ദേശിക്കുന്നത്. ഭഗവാന്റെ നാമങ്ങൾ ഉരുവിട്ടുകൊണ്ട് നമ്മൾ കഴിയുന്നത്ര പ്രദക്ഷിണം ചെയ്യുക, കഴിയുന്നത്ര നമസ്കരിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. പിന്നെ ഇപ്പോൾ ഏകാദശി കാലാണല്ലോ, ഏകാദശി വിളക്കുണ്ട്. അപ്പോൾ വിളക്ക് കണ്ടു തൊഴുന്നത് വളരെ നല്ലതാണ്. അത് ആ വടക്ക് ഭാഗത്തേക്ക് എത്തും. അപ്പോൾ ആലവട്ടവും വെഞ്ചാമരമൊക്കെ വീശും. അത് കണ്ടിട്ട് തൊഴണം എന്നാ പറയാം. അവിടെ വടക്ക് ഭാഗത്ത് ഈ ആലവട്ടവും വെഞ്ചാമരമൊക്കെ വീശിയിട്ട് നിന്ന് കണ്ടു തൊഴുതാലാണ് ഈ ഏകാദശി വിളക്ക് കണ്ടു തൊഴുന്നത് പൂർത്തിയാവുള്ളൂ എന്ന് പറയാം. അപ്പോൾ ഈ ഒരു സമയത്താണ് ഭജനം ഇരിക്കാനായിട്ട് വരുന്നതെങ്കിൽ ഏകാദശി വിളക്കും നന്നായിട്ട് കണ്ടു തൊഴാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ. പിന്നെ പറയുന്ന ഒരു കാര്യം, ഗുരുവായൂർ ക്ഷേത്രത്തിന് അടുത്തുള്ള ക്ഷേത്രങ്ങളുണ്ടല്ലോ, അവിടെയും സാധിക്കുന്നവർ ദർശനം നടത്തുക. അത് ഓപ്ഷണലാണ്, എല്ലാവർക്കും അങ്ങനെ സാധിച്ചു എന്നൊന്നും വരില്ല. കഴിയുന്നത് മമ്മിയൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്താനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. കാരണം ഗുരുവായൂർ തൊഴുന്നവരെ മമ്മിയൂരും കൂടെ തൊഴണമെന്ന് പറയാറുണ്ട്. അതവിടെ എഴുതി വെച്ചിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ. അപ്പോൾ മമ്മിയൂർ തൊഴാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ അടുത്തുള്ള ക്ഷേത്രങ്ങളിൽ സാധിക്കുന്നവരാണെങ്കിൽ അപ്പോൾ ഗുരുവായൂർ ക്ഷേത്രം വിട്ടുപോകുമല്ലോ എന്നുള്ള ചിന്തയൊന്നും വേണ്ട. അത് ഭഗവാൻ അടുത്തായിട്ട് ഇരിക്കുക, അത്രയല്ലേ ഉള്ളൂ. നമ്മുടെ മനസ്സിൽ നിന്ന് ഭഗവാൻ പോകുന്നില്ലല്ലോ. അത് സാധിക്കുന്നവരടുത്താണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ എങ്ങനെയാണ് വിധിപ്രകാരം ഭജനം ഇരിക്കുന്നത് എന്നതിനെ കുറിച്ച് പറയാനായിട്ടുള്ളത്. അപ്പോൾ അത് പറയാനായിട്ട് ഞാൻ റെഫറൻസ് എടുത്തിരിക്കുന്നത് ഒന്ന് ഈ ഒരു പുസ്തകത്തിൽ നിന്നാണ് കേട്ടോ. പിന്നെ എൻ്റെ ഗുരുനാഥ പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങളാണ്. ഈ പുസ്തകം ഗുരുവായൂർ ക്ഷേത്രത്തിലെ കീശാന്തിമാര് അംഗങ്ങളായിട്ടുള്ള ശ്രീ ഗുരുവായൂരപ്പൻ ഭജന സമിതി ആണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഒരുപാട് കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് കേട്ടോ. അതായത് ബാലരക്ഷാ മന്ത്രം, നാരായണ കവചം, അങ്ങനെയുള്ള മന്ത്രങ്ങൾ, സ്തോത്രങ്ങൾ, ശ്ലോകങ്ങൾ, ഇതൊക്കെ ഉൾപ്പെടുത്തിയിട്ട് നമുക്ക് വളരെ ഉപകാരപ്പെടുന്ന ഒരു പുസ്തകമാണ്. പ്രത്യേകിച്ച് ഭജനം ഇരിക്കാനൊക്കെ വരുന്ന സമയത്ത് ഇത് കയ്യിലുണ്ടെങ്കിൽ വേറെ പുസ്തകങ്ങളൊന്നും കയ്യിൽ കരുതണ്ട. അത്രയേറെ കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ആവശ്യമുള്ളവർക്ക് നമ്മുടെ സ്റ്റോറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ലഭിക്കുന്നതായിരിക്കും കേട്ടോ. കാരണം അത്രയേറെ ഉപകാരമുള്ള ഒരു പുസ്തകമാണ്. അത്രയും ഉള്ളടക്കങ്ങൾ ഇതിലുണ്ട്. അപ്പോൾ സ്റ്റോർ നമ്പറും കൂടെ പറയാം, 9744937939. അതിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആവശ്യമുള്ളവർക്ക് ഈ ഒരു പുസ്തകം അയച്ചു തരുന്നതായിരിക്കും കേട്ടോ. പിന്നെ നമ്മൾ നാമജപത്തെക്കുറിച്ച് പറഞ്ഞല്ലോ.
നാമജപം എങ്ങനെയാണ് വേണ്ടതെന്ന് പുതിയ സബ്സ്ക്രൈബേഴ്സാണ് പലർക്കും അറിയാട്ടോ, അറിയാത്തവർക്കായിട്ട് പറയുകയാണ്. ഞാൻ എല്ലാ ദിവസവും എണ്ണിക്കൊണ്ട് വരാറുണ്ട്. അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് ഒന്നും കൂടെ പറയാമെന്ന് വിചാരിക്കുകയാണ്. നമ്മൾ നാമം ചൊല്ലുമല്ലോ, എല്ലാ ദിവസവും നാമം ചൊല്ലുമ്പോൾ നമ്മളത് എണ്ണിയിട്ട് ഈ വീഡിയോയ്ക്ക് ചൂടെ വന്നിട്ട് കമൻറ്റ് ചെയ്യുക. അപ്പോൾ പിറ്റേ ദിവസം ഞാൻ അതെല്ലാം എണ്ണിയിട്ട് എല്ലാം കൂടെ കൂട്ടിയിട്ട് കൊണ്ടുവന്ന് പറയുന്നതായിരിക്കും. അത് എന്തിനാണെന്ന് വെച്ചാൽ നാമജപം നമ്മുടെ ഒരു നിത്യജീവിതത്തിൻ്റെ ഭാഗമാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആദ്യമൊക്കെ നമ്മളത് എണ്ണിയിട്ട് ചൊല്ലിക്കഴിഞ്ഞാൽ ഒരു 10-12 ദിവസം കഴിഞ്ഞാൽ പിന്നെ ക്രമേണ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാകും. നമ്മൾ എല്ലാ ദിവസവും അത് തുടർച്ചയായിട്ട് ചൊല്ലാനായിട്ട് നമുക്ക് കഴിയും. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ, നാമജപത്തെ ഒന്ന് പ്രൊമോട്ട് ചെയ്യാൻ അല്ലെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഭഗവാനിലേക്ക് കൂടുതൽ അടുപ്പിക്കാനായിട്ട് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ഒരു സെഗ്മെൻറ്റ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നാമം ചൊല്ലുക, അതിവിടെ എണ്ണിയിട്ട് നമ്മുടെ കമൻറ്റ് ബോക്സിൽ എഴുതുക. അത്രയാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് നാമജപത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം അല്ലേ. കഴിഞ്ഞ ദിവസം 2,99,214 നാമങ്ങളാണ് ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ നമുക്ക് എല്ലാവർക്കും കൂടെ സമർപ്പിക്കാനായിട്ട് സാധിച്ചത് കേട്ടോ. അപ്പോൾ എല്ലാവരും വളരെ നന്നായി തന്നെ നാമം ചൊല്ലിക്കോളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇന്ന് മർച്ചൻസിൻ്റെ വിളക്കാണ് കേട്ടോ, ഇന്നത്തെ ഏകാദശി വിളക്ക് മർച്ചൻസിൻ്റെ ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇനി ഇന്നത്തെ ഭഗവാന്റെ അലങ്കാരവും പുതിയ വിശേഷങ്ങളും ഒരു കുഞ്ഞു കഥയൊക്കെ ആയിട്ട് നാളത്തെ വീഡിയോയിൽ കാണാം. ഹരേ കൃഷ്ണ, ഹരേ ഗുരുവായൂരപ്പ.